നമസ്കാരം. കഴിഞ്ഞ ദിവസം പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ഒരു അതിഥി തൊഴിലാളി ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കവേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധി കൂടിയായ മന്ത്രി എം.വി. രാജേഷും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനുമൊക്കെ തന്നെ ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചത് ഈ പ്രതികളെല്ലാവരും തന്നെ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണ്, ഇവരെല്ലാവരും RSSകാരാണ്, സംഘപരിവാറുകാരാണ് എന്നുള്ള വ്യാപകമായ തോതിലുള്ള ആരോപണമാണ് ആദ്യം മുതലേ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരേവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വരുന്നത്, ഈ കേസിലെ 4 പ്രതികൾ BJP അനുഭാവികളാണ് എങ്കിൽ ഇതിലെ മറ്റൊരു പ്രതിയായ ആനന്ദൻ CITUവിൻ്റെ പ്രാദേശിക നേതാവാണ്. ഇയാൾ മാത്രമല്ല, ഈ കേസിലെ പ്രതികളായ എല്ലാവരും തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ക്വാറി മാഫിയ അല്ലെങ്കിൽ മണൽ മാഫിയ ഇവരുമായൊക്കെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സ്ഥലത്ത് തങ്ങളുടെ ഒരു അധീനത്വം അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അധീശത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു കൊല്ലാക്കൊല ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. രാംനാരായൺ ഭയ്യാർ എന്ന ഈ മനുഷ്യന് ഭാഷ അറിയില്ലായിരുന്നു. അയാളെ സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത്രയും പേരടങ്ങുന്ന വലിയൊരു സംഘം 10-15ഓളം പേർ ചേർന്ന് മണിക്കൂറോളം ഈ മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ചത്. അയാളുടെ ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കാല് മുതൽ തല വരെ ഏതാണ്ട് 40-ലധികം മുറിവുകളാണ് ഈ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അതുപോലെ മർദ്ദനമേറ്റ് വാരിയെല്ലാം ഒടിഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ഭീകരമായ രീതിയിൽ ഈ മനുഷ്യനെ എന്തിനാണ് ഇവർ മർദ്ദിച്ചതെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തനാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് RSSൻ്റെ മേൽ ചാരി അല്ലെങ്കിൽ അതിൻ്റെ പഴി അവരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള CPMൻ്റെ ഈ ഒരു ശ്രമം കൂടി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ CIT നേതാവെന്ന് പറയുന്ന വ്യക്തി നിരന്തരമായി അവിടെ സാമൂഹ്യ വിരുദ്ധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് എന്നും അവിടെ നടക്കുന്ന എല്ലാവിധ മാഫിയ പ്രവർത്തനങ്ങൾക്കും ഇയാളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഈ കേസിലെ പ്രതികളിൽ പലരും മയക്കുമരുന്നിന് അടിമകളാണെന്നും മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ടവരാണെന്നും ഈ മനുഷ്യനെ മർദ്ദിക്കുന്ന സമയത്ത് ഇവർ പലരും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ തന്നെ ചെന്നുകൊള്ളുന്നത് ആഭ്യന്തര വകുപ്പിലേക്കാണ്, CPMലേക്കാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റക്കാലത്ത് തിരിച്ചടിയുടെ നാണക്കേട് മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മളൊന്ന് സങ്കല്പിക്കുക, ഇതേ സംഭവം ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ ആണ് നടന്നതെങ്കിൽ നമ്മുടെ സംസ്കാര നായകന്മാരും ഇടതുപക്ഷ താത്വികന്മാരും ഒക്കെ ചേർന്ന് ഏത് രീതിയിലുള്ള പ്രചരണമായിരിക്കും നടത്തുക. പക്ഷേ കേരളം പോലെയുള്ള ഏറ്റവും സാക്ഷരതയുള്ള ഈ ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. 2009 മാത്രം 9 പേരാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരായി മരിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ സംസ്ഥാനത്തെ ഭരണകക്ഷിയും പോലീസിനെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് മാഫിയ സംഘങ്ങൾ ഇവിടെ വിളയാടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു സംഭവവും. സംസ്ഥാനത്തെ പോലീസ് വകുപ്പ് തീർത്തും സർക്കാരിനെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ട് മറ്റൊരു വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇതെല്ലാം തന്നെ പ്രാദേശിക CPM നേതാക്കൾ നിയന്ത്രിക്കുന്ന മാഫിയ സംഘങ്ങളുടെ കീഴിലാണ് ഇവരെല്ലാവരും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ പ്രതികളെ പിടികൂടുമ്പോഴൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്കെല്ലാം തന്നെ ക്രിമിനൽ ബന്ധമുണ്ടായിരുന്നു, ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു എന്നാണ്. ഈ പ്രതികൾ പലരും വളരെ സ്റ്റേഷനിൽ പരിധിയിൽ പിടിച്ചുപറിയും മോഷണവും അതുപോലെ വഴിയാത്രക്കാരെ ആക്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതികളുമാണ്. എന്നിട്ടും ഇവരെ എന്തുകൊണ്ട് പാർട്ടി സംരക്ഷിക്കുകയും ഈ കുറ്റമെല്ലാം അല്ലെങ്കിൽ പഴിയെല്ലാം RSSൻ്റെ മേൽ ചാരുകയും ചെയ്തു എന്നുള്ളതിന് മനസ്സിലാവുന്നില്ല. എം.വി. ഗോവിന്ദനും അദ്ദേഹം താത്വികമായ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ വംശീയ വിദ്വേഷമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. എം.വി. രാജേഷ് ആ ജില്ലക്കാരനാണ്. അതൊന്ന് അവിടെ ഒന്ന് അന്വേഷിച്ച് പോലും നോക്കാതെ ഒരു സംസ്ഥാന മന്ത്രി ഏകപക്ഷീയമായി വിളിച്ച് പറയുന്നത് കൊന്നത് RSSകാരാണെന്ന് പറയുമ്പോൾ എന്തുമാത്രം CPM ഈ പരാജയത്തിൽ അവർ അമ്പരന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി നമുക്കതിനെ കണക്കാക്കുകയും ചെയ്യാം. ഏതായാലും ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ ഏറെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ പോലുള്ള സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി തന്നെ നമ്മളുടെ അന്തസ്സ് ഇടിക്കുന്ന ഏറ്റവും സാക്ഷരതയുള്ള ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനം എന്ന പേരിൽ എന്നും അറിയപ്പെട്ടിരുന്ന ഈ കേരളത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം. ഒരു മറ്റു സംസ്ഥാനത്തെ പാവപ്പെട്ട തൊഴിലാളി വന്ന് അയാൾക്ക് ഭാഷ അറിയാൻ പാടില്ലാതെ ഒരു സ്ഥലത്ത് പെട്ടുപോയപ്പോൾ അയാളെ ക്രൂരമായി തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് മണിക്കൂറോളം ഈ മനുഷ്യൻ അവിടെ കിടക്കുകയായിരുന്നു. 3-4 മണിക്കൂറുകൾ തറയിൽ അവിടെ കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ആരുടെയും കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. പിന്നീടാണ് പോലീസ് എത്തി ഇയാൾ ആശുപത്രിയിലാക്കുന്നതും പിന്നീട് ഇയാൾ മരിക്കുന്നത്. ഏതായാലും CPMൻ്റെ ഒരു അടവ് കൂടി നാട്ടുകാരുടെ മുമ്പിൽ ഇതോടുകൂടി പൊളിഞ്ഞടുങ്ങുകയാണ്. ഇതിൽ നിന്ന് ഇനി അവർക്ക് എങ്ങനെ തലപൂരാം എന്നുള്ളതായിരിക്കും മിക്കവാറും ഇനി അങ്ങോട്ട് സൈദ്ധാന്തിക ആചാര്യന്മാർ തലപുകച്ച് ആലോചിക്കുന്നത്.